Hare Krishna. Thank you. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഉത്തമഭക്തി രോഹിണി ദേവിദാസ് മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, Hare ഒരിക്കൽ Krishna. കൂടി എല്ലാവർക്കും സ്വാഗതം. നാരായണൻ നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരതേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭഗവത സേവയാ ഭഗവതി ഉത്തമ Bhagavan ശ്ലോകേ ഭക്തിർ ഭവതി നഷ്ടയി മുഖം കരോതി വാചാലം പങ്കിൽ ലംഘയതേഗിരി കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരണ പരമാനന്ദ മാധവൻ ശ്രീ ചൈതന്യ ഈശ്വരൻ വഞ്ചാകൽപതരുവശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1, അധ്യായം 3, കൃഷ്ണൻ സർവ അവതാരങ്ങളിലെ സ്രോതസ്, അതിലെ 21-ാമത്തെ ശ്ലോകം. അപ്പൊ നമ്മള് ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് പല അവതാരങ്ങളെ പറ്റിയും കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നരസിംഹവും അങ്ങനെയൊക്കെയുള്ള പല അവതാരങ്ങളെ പറ്റി നമ്മൾ കണ്ടു, അല്ലേ? ഇപ്പം പിന്നെ പരശുരാമൻ വരെ നമ്മൾ കണ്ടിരുന്നു, പ്രാവശ്യം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ 16-ാമത്തെ അവതാരമായിട്ടുള്ള ഭൃഗു ഭൃഗു മഹർഷിയുടെയും ഭൃഗുപതിയായി വന്ന്, അതായത് ഭാർഗവനായിട്ട് വന്ന് ക്ഷത്രിയ വർഗത്തെ 21 പ്രാവശ്യം ഉന്മൂലനം ചെയ്തു. അതാണ് നമ്മൾ കണ്ടു നിർത്തിയത്. 21-ാമത്തെ ശ്ലോകം. തത സപ്തദശേ ജാതാ സത്യവത്യാം പരാശരാൽ ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസ്യോൽപ മേധസാം തത സപ്തദേശേ ജാത സത്യവത്യാം പരാശരാൽ ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസോൽപ മേധസാം. തത സപ്തദശേ ജാത സത്യവത്യാം പരാശരാൽ ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസോൽപ മേധസാം. ഹരേ കൃഷ്ണ. പത്മമാതാജി. हरे कृष्ण। तद सप्तदशे जातः सत्यवत्यां पराशरात् चक्रे वेदतरसाग दृष्ट्वा पुंसोऽल्पमेधसा। हरे कृष्ण। കൃഷ്ണ രാധിക മാതാജി. Hare Krishna. Om Namo Bhagavate Vasudevaya. ശ്ലോകം 21. തത സപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാൽ ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസ്യോൽപമേധസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭാത്. തഥാ അനന്തരം സപ്തദശേ 17-ാം അവതാരത്തിൽ ജാത ജനിച്ചു. സത്യവത്യാം സത്യവതിയുടെ ഗർഭപാത്രത്തിൽ പരാശരാൽ പരാശര മുനിയാൽ ചക്രേ തയ്യാറാക്കി വേദതരോ വേദങ്ങളിലെ വൃക്ഷത്തിന്റെ ശാഖാശാഖകൾ ദൃഷ്ട്വ ദർശിക്കയാൽ പുംസ സാമാന്യ ജനങ്ങൾ അല്പമേധസ അല്പജ്ഞാനികൾ. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. അനന്തരം പരാശര മുനിയിലൂടെ സത്യവതിയുടെ ഗർഭത്തിൽ 17-ാമത്തെ ഭഗവത് അവതാരമായി വ്യാസദേവൻ അവതരിച്ചു. സാമാന്യ ജനങ്ങൾ അല്പജ്ഞാനികൾ എന്ന് ദർശിച്ച വ്യാസദേവൻ വേദത്തെ നിരവധി ശാഖകളായും ഉപശാഖകളായും വിഭജിച്ചു. ഹരിബോൾ. അപ്പൊ നമ്മള് കണ്ടത് ഇപ്പോൾ ഈ വേദവ്യാസന്റെ അവതാരത്തെ പറ്റിയാണ്. അപ്പം വേദവ്യാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാസൻ എന്ന് പറഞ്ഞാലും കുറെ പേരാണ്, ഒരാളല്ലേ. നമ്മളറിയും വ്യാസാസനം എന്ന് പറയും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിരിക്കുന്ന ആസനം വെറുതെ ഒരു കസേരയാണെങ്കിലും അതിനെ ആചാര്യന്മാരിയ്ക്കുമ്പോൾ അതിനെ വ്യാസാസനം എന്ന് പറയും. എന്നെ പോലെയുള്ള സാധാരണ വ്യക്തികൾ ഇരിക്കുമ്പോൾ അല്ല, ആചാര്യന്മാരിയ്ക്കുമ്പോൾ വ്യാസദേവന്റെ പ്രതിനിധികളാണ് ഓരോ ആചാര്യന്മാരും. നമുക്ക് ഈ പറഞ്ഞു തരുന്ന ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ വ്യാസദേവന്റെ പ്രതിനിധികൾ. അതുകൊണ്ടാണ് വ്യാസപൂജ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഗുരുമഹാരാജിന്റെ വ്യാസപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വ്യാസദേവന്റെ പ്രതിനിധികളാണ്. നമുക്ക് ഭഗവാനെ പറ്റിയുള്ള
ഈ ദിവ്യജ്ഞാനം നമ്മൾക്ക് പറഞ്ഞു തരുന്ന വ്യക്തികളൊക്കെ വ്യാസദേവന്റെ ആ ഒരു ശ്രേണിയിൽപ്പെട്ടവരാണ്, വ്യാസദേവന്റെ പ്രതിനിധികളാണ്. അപ്പം വ്യാസദേവന്റെ ഉദ്ഭവത്തെ പറ്റി നമുക്കറിയാം. പരാശരമുനി ഈ ഒരു ദിവസം, പരാശരമുനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രത്തിലേക്ക് പോകുന്നില്ല, നമുക്കിന്ന് 3-4 അവതാരങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അതുകൊണ്ട് പരാശരമുനി ഇതുപോലെ തന്നെ കട തോണി കടത്താനായിട്ട് ഒരു മുക്കുസ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ പേര് മത്സ്യഗന്ധി എന്നായിരുന്നു. ആ മത്സ്യഗന്ധിയോട് തോണി കടത്താനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ തോണി കടത്തി പോയി. ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മത്സ്യഗന്ധിയില് ഒരു ആകർഷണം തോന്നി. അതിസുന്ദരിയായിരുന്നു മത്സ്യഗന്ധി. മത്സ്യത്തിന്റെ ഗന്ധം ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു ദ്വീപ് സൃഷ്ടിച്ചു. അങ്ങനെ ആ ദ്വീപ് സൃഷ്ടിച്ച് അവിടെ വെച്ച് മത്സ്യഗന്ധിക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്, നിനക്കൊരു പുത്രൻ ഉണ്ടാകും. അപ്പൊ ദ്വീപിൽ വെച്ചിട്ടുണ്ടായതുകൊണ്ട് അവൻ ദ്വൈപായനൻ എന്നറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ നിന്റെ മത്സ്യഗന്ധൻ മാറും, നീ നിത്യ കന്യകയായിട്ട് നീ തുടരുകയും ചെയ്യുന്നു പറഞ്ഞു. ഇതേ പരാശരമുനിയാണ് ഭഗവാന് ഡെഫിനിഷന് ഉണ്ട്. ഭഗവാൻ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ എഴുതിയതും ഇതേ പരാശര മുനിയാണ്. അല്ല, 6 ഐശ്വര്യങ്ങൾ, ഷഡൈശ്വര്യങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള ആളെ ഭഗവാൻ എന്ന് വിളിക്കുന്നു എന്ന് ഈ പരാശര മുനിയാണ് നമ്മളോട് പറഞ്ഞു തന്നത്. അല്ലെ, 6 ഐശ്വര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ പരാശര മുനിക്ക് സത്യവതിക്കും പുത്രനായിട്ട് വ്യാസദേവൻ ഉണ്ടായപ്പോ തന്നെ വലിയ ആളായി, ജനിച്ചപ്പോ തന്നെ വലിയ ആളായി മാറി. അങ്ങനെ തപസ്സിന് പോവാണ്. എന്നിട്ട് അമ്മയോട് അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത്. അമ്മയോട് പറഞ്ഞു, എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും അമ്മ സ്മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിക്കൊള്ളാം. അങ്ങനെയാണല്ലോ ഈ കുലം നിന്ന് പോകുന്ന ഘട്ടത്തിൽ, അതായത് സത്യവതിയുടെ മറ്റേ ശാന്തനു മഹാരാജാവിലുള്ള പുത്രന്മാര് ചിത്രാംഗതനും വിചിത്രവീര്യനും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ അംബ, അംബിക, അംബാലിക എന്ന് പറഞ്ഞ 3, അതിൽ അംബയില്ല, അംബിക, അംബാലിക, പിന്നെ ദാസി, ഇവർക്ക് 3 പേർക്കും വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് പുത്രന്മാരുണ്ടായി. അതായത് വേദവ്യാസ മഹർഷിയുടെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രരും, അതുപോലെ തന്നെ പാണ്ഡുവും, അതുപോലെ തന്നെ വിതുരനും. ഇവര് 3 പേരും വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ പുത്രന്മാരാണ്. അല്ലേ? അപ്പൊ അങ്ങനെ എന്താണ് അതായത് അവരുടെ ഒരു ദിവ്യഗർഭമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഈ വ്യാസദേവൻ 28ാമത്തെ വ്യാസദേവനാണ് കൃഷ്ണദ്വൈപായന വ്യാസദേവൻ എന്നാണ് പറയുന്നത്. ഇപ്പോഴും വ്യാസദേവൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഒരു ചിരഞ്ജീവിയാണ്. എവിടാണ് ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ എവിടെ പോയാൽ കാണാം വ്യാസദേവൻ? ആർക്കാ പറയാൻ പറ്റുന്നത്? അറിയില്ല ആർക്കും? നമ്മൾ ബദരികാശ്രമത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാസദേവൻ തപസ്സിരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നരനാരായണ ഋഷികളും ഒക്കെ ഓരോരുത്തർക്കും തപസ്സിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വ്യാസദേവൻ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അടുത്ത വ്യാസദേവനാകാനായിട്ട് യോഗ്യതയുള്ള ആള് ആരാണ്? അതറിയാമോ? ഇല്ല. നിങ്ങൾക്ക് ഉറങ്ങുവാണോ? ദ്രൗണിറായി അങ്ങനെയാണോ? ദ്രോണരുടെ പുത്രൻ അല്ലേ? ദ്രോണരുടെ പുത്രൻ അശ്വത്ഥാമാവ്. അടുത്ത വ്യാസദേവനാകാനായിട്ട് എന്താണ് പറയുന്നത്, യോഗ്യത കൊടുക്കാൻ പോകുന്നത് അശ്വത്ഥാമാവിനാണ്. അശ്വത്ഥാമാവൻ ചിരഞ്ജീവിയാണ്. അപ്പൊ അശ്വത്ഥാമാവിന് ഈ വ്യാസൻ അവിടെ ബദരികാശ്രമത്തിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യം. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, വ്യാസദേവൻ. അദ്ദേഹം ഈ അടുത്ത വ്യാസദേവനാകാനുള്ള യോഗ്യത ആളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം അശ്വത്ഥാമാവ് അദ്ദേഹത്തിന്റെ പീഡനങ്ങളും എല്ലാം കഴിഞ്ഞു. ഇപ്പോഴും ആരെങ്കിലും ഒരു പീഡകൾ കൂടുതൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ കിട്ടിയ ആ ഒരു ശാപത്തിന്റെ അശ്വത്ഥാമാവിലൂടെ കിട്ടിയ ഒരു സംഭവങ്ങളാണ് ഇപ്പോഴും ഓരോരുത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡകൾ, അല്ലേ എന്ന് നമുക്ക് വേണേൽ കരുതാം. അപ്പം വ്യാസദേവൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഗുരുവാരാണ്? നാരദമുനി അല്ലേ? നാരദമുനിക്ക് ഈ ജ്ഞാനം കിട്ടിയത് എവിടെ നിന്നാണ്? ബ്രഹ്മദേവനിൽ നിന്ന്. ബ്രഹ്മദേവന് കിട്ടിയ ഭഗവാനിൽ നിന്ന്. അപ്പൊ ഈ വേദങ്ങള് ഈ പറഞ്ഞ നാരദമുനി ചതുർശ്ലോകി ഭാഗവതമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? 4ആയിട്ട് അത് ഭാഗിച്ചു. വേദങ്ങളെ 4 ശാഖകൾ, ഒരുപാട് ഉപശാഖകളുമായിട്ട് ബാധിച്ചു. ആയുർവേദമുണ്ട്, ധനുർവേദമുണ്ട്, അങ്ങനെ 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 ഒരുപാട് വേദങ്ങളുണ്ട്. അപ്പൊ ഈ 4 വേദങ്ങളായിട്ട് പ്രധാനമായിട്ട് ഭാഗിച്ചു. പിന്നെ ബാക്കിയുള്ളത് ശാഖകൾ ഉപശാഖകളുമായിട്ടൊക്കെ വന്നു. ഇനി ഭാവാർത്ഥം നോക്കാം. രാധികാമാതാജി എന്ന് വായിച്ച്.
ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. യഥാർത്ഥത്തിൽ വേദം ഏകമാണ്. എന്നാൽ ശ്രീല വ്യാസദേവൻ ഈ യഥാർത്ഥ ഏകവേദത്തെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആയി വിഭജിച്ചു. അനന്തരം അവയെ വീണ്ടും പുരാണങ്ങൾ, മഹാഭാരതം എന്നിങ്ങനെ വ്യത്യസ്ത ഉപശാഖകളായി വിശദീകരിച്ചു. വേദഭാഷയും ശ്രദ്ധാവിഷയങ്ങളും സാമാന്യ ജനങ്ങൾക്ക് അതീവ പ്രയാസകരങ്ങളാകുന്നു. അവയൊക്കെ മഹാപണ്ഡിതരും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരുമായ ബ്രാഹ്മണരാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ വർത്തമാന കലിയുഗം അജ്ഞരാൽ പൂരിതമാണ്. ബ്രാഹ്മണ പിതാക്കൾക്ക് ജനിച്ച പുത്രന്മാർ പോലും വർത്തമാന യുഗത്തിൽ ശൂദ്രരേക്കാൾ അല്ലെങ്കിൽ സ്ത്രീകളെക്കാൾ ഒട്ടും മെച്ചമല്ല. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നീ ദ്വിജന്മാർ സംസ്കാരങ്ങൾ എന്ന പവിത്രീകരണ പ്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതാണ്. എന്തെന്നാൽ വർത്തമാന യുഗത്തിന്റെ ദുഷിച്ച സ്വാധീനത്താൽ ബ്രാഹ്മണരും മറ്റ് ഉന്നത കുലജാതരും ഉത്തമ സംസ്കാര സമ്പന്നരല്ലാതായി തീർന്നിരിക്കുന്നു. അവരെ ദ്വിജബന്ധുക്കൾ അഥവാ ദ്വിജമിത്രങ്ങളെന്നും സംബോധന ചെയ്യുന്നു. എന്നാൽ ഈ ദ്വിജബന്ധുക്കളെ ശൂദ്രരുടെയും സ്ത്രീകളുടെയും മധ്യേ തരം തിരിച്ചിരിക്കുന്നു. ദ്വിജബന്ധുക്കൾ, ശൂദ്രർ, സ്ത്രീകൾ തുടങ്ങിയ അല്പജ്ഞാനികളുടെ നന്മയ്ക്കായി ശ്രീല വ്യാസദേവൻ വേദങ്ങളെ നിരവധി വ്യത്യസ്ത ശാഖകളും ഉപശാഖകളുമായി വിഭജിച്ചു. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ നമ്മൾ ഒരു കാര്യം ഭാവാർത്ഥത്തിൽ വ്യക്തമായത് എന്താണ്? ഇത് വിഭജിച്ചതിന്റെ കാരണം എന്താണ്? അതെന്താ അങ്ങനെ സ്ത്രീകളെ പറയുന്ന പ്രഭു? ഹരേ കൃഷ്ണ. അതായത് സ്ത്രീകൾക്ക് എന്താണ് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞ് വളരെ വിവാദമുള്ള മനുസംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം അന്ന് ഗൗരിയമ്മയും അങ്ങനെ കുറെ പേരൊക്കെ വലിയ വിമർശിച്ചാണ്. ഗൗരിയമ്മയ്ക്ക് പണി കിട്ടി. ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 41 ഈ ദിവസത്തിനകം. പ്രഭുവിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ 3 ലേഡീസേ ഉള്ളൂ, 4 ലേഡീസ്. ഹരിപോൾ. വേറെ ആരും ഇല്ലല്ലേ? പുരുഷന്മാരില്ല. അപ്പൊ അതായത് എന്നെ പോലുള്ള ഒരു ക്ലാസ് എടുക്കാനായിട്ട് എന്നാ പറയുന്ന അവസരം നിങ്ങളായിട്ട് തന്നില്ലേ? അപ്പം ഞാൻ അത്രയ്ക്കേ ഉള്ളൂ. അതായത് പുരുഷന്മാർക്കൊക്കെ ജ്ഞാനം കൂടുതലാണ് എന്നായിരിക്കും വേദങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം എന്താ ഞാൻ പറഞ്ഞേക്കാം. സ്ത്രീകൾക്ക്, അതായത് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള മീനിങ് എന്താണ്? പുത്രോ രക്ഷതി, അല്ല പുത്ര അല്ല, പിതാ രക്ഷതി കൗമാരെ പുത്രോ രക്ഷതി യൗവനെ. സ്ത്രീ സ്വാതന്ത്ര്യമാർക്കടി എന്നല്ലേ? സ്ത്രീ സ്വാതന്ത്ര്യമാർക്കടി. അപ്പൊ ഈ ഓരോ കാലഘട്ടത്തിൽ സ്ത്രീയെ അങ്ങനെ സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് എന്താണ് സ്ത്രീക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യമില്ല. അത് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ വിട്ട് കളയേണ്ട ആളല്ല സ്ത്രീ. ഇപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ പറഞ്ഞ് കൊടിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്കറിയാം നമ്മളുടെ ലക്ഷ്മി ദേവി പോലും എന്താണ് ഭഗവാന്റെ പാദസേവനല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ മഹാദേവനെ ശുശ്രൂഷിച്ചല്ലേ പാർവതി ദേവി ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് എപ്പോഴും എന്താണ് നമ്മളെ പതി ഭക്തിയാണ് നമ്മൾ പുരാണങ്ങളിൽ അടക്കം എല്ലാവരും കാണുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ സ്പേസും അതുപോലെ ദേവി എന്നല്ലാതെ വിളിക്കത്തില്ല, തിരിച്ചങ്ങോട്ടേക്ക് റെസ്പെക്റ്റും കിട്ടും അല്ലെ? നമ്മൾ അങ്ങോട്ടേക്ക് സേവ ചെയ്യുമ്പോൾ തിരിച്ച് കിട്ടുകയും ചെയ്യും. അല്ലാതെ ഇത് ഒരു സൈഡിൽ നിന്ന് മാത്രം ഉണ്ടാകേണ്ട ഒന്നുമല്ല, പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ? അപ്പം ഭഗവാന്റെ പാദസേവനം ചെയ്യുന്നത് കൊണ്ട് ലക്ഷ്മി ദേവിയെ ഭഗവാൻ എവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അല്ലെ? ആ ഒരു ശ്ലോകം ഏതാണ്? സരസിജ നയനേ സരോജഹസ്തേ ധവളതമാംശുക ഗന്ധമാല്യ ശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവന ഭൂതികരി പ്രസീദമഹ്യം. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മംഗല്യദാസ്തു മമ മംഗലദേവതായ. അപ്പം ആ മംഗലദേവതയായ ദേവി ലക്ഷ്മി ദേവി എവിടെയാണ് ഇരിക്കുന്നത്? ഭഗവാന്റെ ഹൃദയത്തിലാണ് അല്ലെ? ഭഗവാൻ ഹൃദയത്തിൽ വെക്കണമെങ്കിൽ ദേവി എന്നാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്നാന്നറിയോ? സ്ത്രീകൾ അപ്പം ഇങ്ങനെ വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്, നേരെ തിരിച്ചാണ് വിചാരിക്കേണ്ടത്. അപ്പൊ സ്ത്രീകൾക്ക് ഒരു IQ ലെവല് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കുറച്ച് കുറവായിട്ടാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാതാജിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു IQ ലെവൽ, അതായത് ഈ വേദങ്ങളും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത്രയ്ക്ക് പെട്ടെന്ന് അത്
ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. കാര്യം അവർക്ക് എന്താണ് വേറെ ഒരുപാട് ഭാവത്തിലാണ് സ്ത്രീ അമ്മ എന്നുള്ള ഭാവവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാത്സല്യവും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അല്ലെ മാതൃഭാവവും ഒരു വാത്സല്യവും ഒക്കെ ഒരുപാട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതേപോലെയുള്ള വേദങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള പാണ്ഡിത്യം അവർക്ക് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു വ്യാസദേവൻ എന്ത് ചെയ്തു അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്കും പിന്നെ എന്താണ് ശൂദ്രർക്ക് പിന്നെ ദ്വിജബന്ധുക്കൾക്ക്. ദ്വിജബന്ധുക്കൾ എന്ന് പറഞ്ഞ എന്താണ്? ശരിക്കും ബ്രാഹ്മണരുടെ വീട്ടിൽ ബ്രാഹ്മണർ. പിറന്നു, പക്ഷെ ബ്രാഹ്മണരല്ല. ഉം. അതെ അതെ. ബ്രാഹ്മണരുടെ ആ ഒരു കുലത്തിൽ പിറന്നുവെങ്കിലും ബ്രാഹ്മണരല്ല, ബ്രഹ്മത്തെ അറിയാത്ത അങ്ങനെ അല്പജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പല രീതിയിൽ വിഭജിച്ച് പല പല രീതിയിലായി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മഹാഭാരതം ഒക്കെ എങ്ങനെയാന്ന് പറയാം, വെറും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് വ്യാസദേവൻ അത് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം മാത്രം ഹൈ ഫിലോസഫി ആയിപ്പോയി. അതേതാണ്? ഏത്? മഹാഭാരതം വെറും സാധാരണ ആൾക്കാർക്ക് അതന്നെ വേണ്ടിയിട്ടാണ്. ഭഗവത്ഗീത. ഭഗവത്ഗീത. ഭഗവത്ഗീത ഹൈലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള തത്വമാണ് ഉം. ഉപനിഷത്തിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. അത് സാധാരണ ഇതിഹാസമല്ലേ? മഹാഭാരത ഇതിഹാസമാണല്ലോ അല്ലേ പ്രഭു? മഹാഭാരത ഇതിഹാസമാണ്, അത് അഞ്ചാം കഥകളായിട്ട്. വേദമല്ലേ? പഞ്ചമവേദല്ലേ? പഞ്ചമവേദം അല്ല, എന്നും പറയുന്നു. പഞ്ചമവേദം ഇതിഹാസം എന്ന് എന്നും പറയും. പറയും. ഇതിഹാസങ്ങൾ രണ്ടെണ്ണാണുള്ളത്, രാമായണവും മഹാഭാരതവും. പിന്നെ അതെ അതെ. പഞ്ചമവേദം എന്നുള്ള പേരിലും മഹാഭാരതത്തിന് പറയപ്പെടുന്നുണ്ട്. അപ്പം ദ്വിജബന്ധുക്കൾ അഥവാ ദ്വിജമിത്രങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ മധ്യ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാകാനായിട്ട് വ്യാസദേവൻ വേദങ്ങളെ നിരവധി വ്യത്യസ്ത ശാഖകളും ഉപശാഖകളുമായിട്ട് തിരിച്ചു. അപ്പൊ ഇതിനടുത്ത് 22ാമത്തെ ശ്ലോകം. നരദേവത്വമാപന്ന സുരകാര്യ ചികീർഷയ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യത പരം. ദേവത്വമാപന്ന സുരകാര്യ ചികീർഷയ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യത പരം. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 22. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതഃ പരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതഃ പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതഃ പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. നരൻ ദേവതം ദിവ്യത്വം ആപന്ന രൂപം ധരിക്കിയാൽ സുരന്മാർ ദേവന്മാർ കാര്യപ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ ചികിത്സയാ നിർവഹണാർത്ഥം സമുദ്രം നിഗ്രഹ ആദീനി നിയന്ത്രിക്കുക മുതലായവ ചക്രെ നിർവഹിച്ചു. വീര്യാണി അതിമാനുഷിക ശൗര്യത്തോടുകൂടി അധപരം അതിനുശേഷം അല്ലെങ്കിൽ അനന്തരം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. 18ാം അവതാരത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി വന്നു ദേവന്മാരെ പ്രീതിപ്പെടുത്താനായി ഭഗവാൻ മഹാസമുദ്രത്തെ നിയന്ത്രണവിധേയമാക്കി സാഗരം തരണം ചെയ്ത് നാസ്തികനായ രാവണനെ നിഗ്രഹിച്ച് അതിമാനുഷിക ശൗര്യം പ്രദർശിപ്പിച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും രാമായണത്തിലെ കാര്യം അറിയാവുന്നതുകൊണ്ട് പ്രത്യേകം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ രാമായണം ക്ലാസ്സൊക്കെ പ്രത്യേകം വെച്ചതല്ലേ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത അവതാരത്തിലേക്ക് പോവാം. മഹാഭാരതം വായിക്കാനായിട്ട് ആർക്കാ പറ്റുന്ന? മല്ലിക മാതാജി പെട്ടെന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ. വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കില്ല പ്രഭാക്കി. പ്രപഞ്ച വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി കാര്യനിർവാഹകരമായ ദേവന്മാരെ പ്രസാദിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിർവഹിക്കുന്ന ഉദ്ദേശത്തോടെ പരമപുരുഷനായ ശ്രീരാമൻ
മാനവരൂപം സ്വീകരിച്ച് ഭൂമിയിൽ ആവിർഭവിച്ചു. ചിലപ്പോഴൊക്കെ രാവണനെയും ഹിരണ്യകശിപുവിനെയും മറ്റു പലരെയും പോലുള്ള മഹാസുരന്മാരും നാസ്തികരും ഭഗവാനാൽ സ്ഥാപിക്കപ്പെട്ട വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന മനോഭാവത്തോടെ ഭൗതിക ശാസ്ത്രത്തിന്റെയും മറ്റു പ്രവർത്തനങ്ങളുടെയും സഹായത്താൽ ഭൗതിക നാഗരികതയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിലൂടെ വളരെ പ്രശസ്തരായി തീരുന്നു. ദൃഷ്ടാന്തമായി ഭൗതിക മാർഗങ്ങളിലൂടെ അന്യഗ്രഹങ്ങളിലേക്ക് പ്രയാണം ചെയ്യുന്നതിനായുള്ള പ്രയത്നം നിയത വ്യവസ്ഥയോടെയുള്ള വെല്ലുവിളിയാണ്. ഓരോ ഗ്രഹങ്ങളിലെയും സ്ഥിതി വ്യത്യസ്തമാണ്. മാത്രവുമല്ല, ഭഗവാന്റെ നിയമസംഹിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ഉദ്ദേശങ്ങളോടെ വ്യത്യസ്ത തരക്കാരായ മനുഷ്യർ അവിടെ അധിവസിക്കുന്നു. എന്നാൽ ഭൗതിക പുരോഗതിയിൽ നാമമാത്രമായ വിജയം കൈവരിച്ച ഗർവത്താൽ നാസ്തിക ഭൗതികവാദികൾ ചിലപ്പോൾ ഭഗവത് അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്നു. രാവണൻ അവരിൽ ഒരുവനായിരുന്നു. ആവശ്യമായ യോഗ്യതകളെയൊന്നും പരിഗണിക്കാതെ സാധാരണക്കാരെ ഭൗതിക മാർഗത്തിലൂടെ ഇന്ദ്രലോക അല്ലെങ്കിൽ സ്വർഗത്തേക്കാൾ രാവണൻ ആഗ്രഹിച്ചു. സ്വർഗലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ ആവശ്യം വേണ്ടുന്ന ക്രമാനുസാരമായ പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാതെ ജനങ്ങളെ അവിടേക്ക് എത്തിക്കുവാനായി നേരിട്ട് സ്വർഗത്തിലേക്ക് പടിക്കെട്ട് നിർമ്മിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. ഭഗവാന്റെ നിയതി നിയമങ്ങൾക്കെതിരായി നിരവധി മറ്റു പ്രവർത്തനങ്ങളും നടത്താൻ അവൻ ആഗ്രഹിച്ചു. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീരാമന്റെ അധികാരത്തെ പോലും അവൻ വെല്ലുവിളിക്കുകയും അവിടുത്തെ പത്നിയായ സീതയെ അപഹരിക്കുകയും ചെയ്തു. തീർച്ചയായും ദേവന്മാരുടെ പ്രാർത്ഥനയ്ക്കും ആഗ്രഹത്തിനും മറുപടിയായി ഇത്തരം നാസ്തികരെ ദണ്ഡിക്കുന്നതിനായി ഭഗവാൻ ശ്രീരാമൻ ആഗതനായി. ആകയാൽ അവിടുന്ന് രാവണന്റെ വെല്ലുവിളി ഏറ്റെടുത്തു. ആ സമ്പൂർണ്ണ ചരിത്രമാണ് രാമായണത്തിന്റെ പ്രതിപാദ്യ വിഷയം. ശ്രീരാമചന്ദ്ര ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാകയാൽ ഭൗതികമായി പുരോഗതിയാർജിച്ച രാവണൻ ഉൾപ്പെടെ ഏതൊരു മാനവനും ചെയ്യാൻ സാധ്യമല്ലാത്ത അതിമാനുഷിക പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിച്ചു. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന് കുറുകെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ശിലകളാൽ ഒരു രാജവീഥി നിർമ്മിച്ചു. ആധുനിക ശാസ്ത്രജ്ഞർ ഭാരമില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും എല്ലായിടത്തും ഭാരമില്ലായ്മ നടപ്പിൽ വരുത്തുക സാധ്യമല്ല തന്നെ. എന്നാൽ ഭാരമില്ലായ്മ എന്ന പ്രക്രിയ ഭഗവത് സൃഷ്ടിയാണ്. തന്മൂലം ഭഗവാന് ബൃഹത്തായ ഗ്രഹങ്ങളെ അന്തരീക്ഷത്തിൽ നിലനിർത്താനും ചലിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് അവിടുന്ന് ഈ ഭൂമിക്കുള്ളിൽ തന്നെയുള്ള ശിലകൾക്ക് പോലും ഭാരമില്ലാതാക്കി തീർക്കുകയും അവലംബ സ്തംഭങ്ങളുടെ സഹായമില്ലാതെ തന്നെ സാഗരത്തിന് കുറുകെ ഒരു ശിലാപാലം നിർമ്മിക്കുകയും ചെയ്തു. ഭഗവത് ശക്തിയുടെ പ്രദർശനമാണിത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി ഇതൊക്കെ വായിച്ചു. പക്ഷെ എന്റെ ഇതിൽ എഴുതിയിരിക്കുന്നതുമായിട്ട് ഒരുപാട് അജഗജാന്തരം വ്യത്യാസം ഉണ്ടായിരുന്നു. വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? ആ പുതിയ എന്റെ ബുക്കും ബുക്കില് പഴയ ആദ്യത്തെ ബുക്കും വ്യത്യാസമുണ്ട് പ്രഭുജി. ഇപ്പൊ എന്റെ ഉണ്ടല്ലേ? ബുക്ക് വ്യത്യാസമുണ്ട്. രാധികമാതാജി വായിച്ച ബുക്കും എന്റെ ബുക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പുതിയതല്ലേ, ആ പുതിയത് എനിക്കും ചത്തല്ല. എന്നാലും എനിക്കും അതെ, വ്യത്യാസം തോന്നി. വ്യത്യാസം തോന്നി. വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്ക് അറിയാവുന്ന ഉണ്ട്. കാര്യമല്ലേ. അത് കാരണം നമുക്കറിയാം. നാസ്തികൻ എന്ന് ആ, പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ് അല്ലെ നാസ്തികനായിട്ടുള്ള. രാവണനെ വധിക്കുവാനുമായിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തെ തരണം ചെയ്ത് അവിടെ എത്തി. അങ്ങനെ സീതാദേവിയെ അപഹരിച്ചുകൊണ്ടുപോയ രാവണനെ കീഴ്പ്പെടുത്തി. അതുപോലെ തന്നെ എന്താണ് അധർമ്മത്തിന് എതിരെ ധർമ്മം എന്താണ് വീണ്ടെടുത്തു ഭഗവാൻ എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ശ്ലോകം 23 ഏകോന വിംശത്തിമേ വൃഷ്ണിഷ്ടു പ്രാപ്യ ജന്മനി രാമകൃഷ്ണോ വിധി ഭൂവോ ഭഗവാനഹര അധ്വരം അറിയാം. വിംശത്തിമേ വൃഷ്ണീഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിധി ഭൂവോ ഭഗവാനഹര അധ്വരം. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ.
एकोनविंशे विंशति मे वृष्णिष्णु प्राप्य जन्मनि रामकृष्ण വിധി രാമകൃഷ്ണ വിധി ഭൂവോ. മാതാജി എന്താണ് കേൾക്കുന്നില്ലല്ലോ? ഉറക്കം വരുന്നുണ്ടോ? ഹരേ കൃഷ്ണ കേട്ടില്ലേ? ഇല്ല. ആണോ? ഞാൻ വായിച്ചായിരുന്നു, എന്നാ നെറ്റ് പോയതായിരിക്കും. അതെ, രാമകൃഷ്ണ വിധി ഭൂവോ ഭഗവാനഹരം. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 23. ഏകോനവിംശേ വിംശതി മേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിധി ഭുവോ ഭഗവാൻ ഹരത്തരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. ഏകോനവിംശേ വിംശതി മേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിധി ഭുവോ ഭഗവാനഹരത്ഭരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ ജയ ശിലപ്രഭാത്. ഏകോ വിംശേ 19-ാമത്തേതിലും വിംശതിമേ 20-ാമത്തേതിലും വൃഷ്ണിഷ്ടു വിഷ്ണു വംശത്തിൽ പ്രാപ്യ പ്രാപ്തമാക്കി ജന്മനി ജന്മങ്ങൾ രാമ ബലരാമൻ കൃഷ്ണവ് ശ്രീകൃഷ്ണൻ ഇതി അപ്രകാരം ഭുവ ലോകത്തിൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ അഹരൽ നീക്കം ചെയ്തു ഭരം ഭാരം. അപ്പോൾ നമുക്ക് മനസ്സിലായി 19ഉം 20-ാമത്തെ അവതാരവുമായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും അവതരിച്ചു. അപ്പം നമ്മള് ദേവകിയുടെ അല്ല ദശാവതാരങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് എത്രാമത്തെ അവതാരമായിട്ടാണ്? 8-ാമത്തെ അവതാരമായിട്ടൊക്കെയാണ് കണ്ടിരിക്കുന്നത് അല്ലെ ഭഗവാനെ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഭഗവാൻ 20-ാമത്തെ അവതാരമായിട്ടാണ് നമ്മളുടെ ഭാഗവതം അനുസരിച്ചിട്ട് കാണുന്നത് അല്ലെ. രാമകൃഷ്ണന്മാരെ അവതരിച്ചു. അത് ദേവകിയുടെ 8-ാമത്തെ പുത്രനായിട്ട് ജനിച്ചു എന്നല്ലേ? അവതാരം അല്ലല്ലേ, 8-ാമത്തെ പുത്രനായിട്ട് ദേവകിയുടെ ദേവകി. 8-ാമത്തെ പുത്രൻ. പക്ഷെ ആ ദശാവതാരത്തില് ഈ നമ്മുടെ ജയദേവ കവികളുടെ ചെയ്തു കഴിഞ്ഞാൽ ആ 8-ാമത്തേത് മത്സ്യ ഭഗവാനും, 9-ാമത്തെ മത്സ്യകൂർമ്മ. ബുദ്ധനും, അതെ 9-ാമത്തെ ബുദ്ധനും, 10-ാമത്തേത് കൽക്കിയും, അങ്ങനെയാണ് അല്ലെ? അതെ. മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി, അങ്ങനെയല്ലേ? നമ്മള് സാധാരണ ഇതിൽ നാട്ടിൽ പറയുന്ന ദശാവതാരങ്ങൾ, നമ്മുടെ കേരളത്തിൽ പറയുന്ന ദശാവതാരങ്ങൾ ശ്രീബുദ്ധൻ ഇല്ല, അതെ ഇവിടെ ബലരാമൻ ഇല്ല. അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലായല്ലോ? ആ കൃഷ്ണനെ ആ ബലരാമനെ ഒന്നായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. ഓ അപ്പൊ അവിടെ ബുദ്ധൻ അവിടെ കയറി വന്നു. ജയദേവ കവികൾ എഴുതിയെടുത്ത് നാട്ടിൽ അതെ പറയുന്നിടത്ത് കൃഷ്ണൻ 9-ാമത്തെ അവതാരമാണ്, ബലരാമൻ 8-ാമത്തേത്. നമ്മൾ ഈ അതാ പറയുന്ന ദശാവതാരം. ദശാവതാരം ആ ഒരു ദശാവതാരം. അഷ്ടപതിയില് അത് തന്നെ പറയുന്നു പ്രഭു. അങ്ങനെ കൽക്കി ബുദ്ധാവതാരം 9-ാമത്തെ, 10-ാമത്തെ 9-ാമത്തെ, കൽക്കി അവതാരം. 10-ാമത്തെ കൽക്കി അവതാരം. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തെ 10-ാമത്തെ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കൊത്തി വെക്കുന്നില്ലേ, ഈ ഡോറയിലൊക്കെ കഥകളിലൊക്കെ ശ്രീകോവിലൊക്കെ, ഉം. അവിടെ നോക്കി പക്ഷെ ഇവിടെ മത്സ്യം കൂർമ്മ വരാഹം ജയദേവരുടെ ഹരേ കൃഷ്ണ ജയദേവരുടെ കവികളില് 8-ല് ബലരാമ അവതാരം, കൃഷ്ണനെ അവതാരമായിട്ട് കാണുന്നില്ല പ്രഭു. അത് ഭഗവാൻ തന്നെയാണല്ലോ, അവതാരം അല്ലല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെ ആയിരിക്കാം. ഓരോന്നിന്റെ അകത്തും ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയാ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ അവിടെ ഇല്ല. അങ്ങനെ ആയിരിക്കാം. ആ ശരിയാ അതെ ശരിയാ. ആ, എന്താ പറഞ്ഞത്? ഭഗവാൻ അവതാരം അല്ലല്ലോ, അതുകൊണ്ടാണ്. അതെ ഭഗവാൻ അവതാരം അല്ലാത്തതുകൊണ്ട്. പിന്നെ ആ, ജയ രാമ ജഗദീശ ഹരേ എന്നുള്ളത് മാറ്റിയിട്ട് ജയദേവ ഹരേ എന്നാക്കി അല്ലേ? അല്ല, ജയ ജഗദീശ ഹരേ തന്നെയാണ് എല്ലാത്തിലും. അല്ല, അത് ഒന്ന് മാറ്റിയായിരുന്നു. അതായത് ഏത്? ഭഗവാൻ വന്ന് തിരുത്തി എഴുതിയപ്പോ അത് വേറെ, അത് അല്ല, വേറെ അത് പ്രഭു. അത് അത് രാധാറാണിയുടെ അത് അല്ലാതെ തന്നെ ഇതും ജയ ജഗദീശ ഹരേ എന്നുള്ളത് മാറ്റിയിട്ട് ജയ ആ, ദേവഹരേ എന്നാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ട് അതെയോ? ഞാൻ ഒരു ഒരു ലെക്ചർ കേട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ, ഇന്ദ്രേഷ് അതെയോ? ഉപാധ്യായുടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഭഗവാൻ എങ്ങനെയാന്ന് പറയാ, ഭക്തനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഭഗവാൻ എന്താണ്, ഭഗവാനെ ജയ ജഗദീശ ഹരേ എന്നുള്ള മാറ്റി ജയദേവ ഹരേ എന്നാക്കിയെന്ന അതിനകത്ത് പറഞ്ഞത്. ഓ അത് കാരണം എനിക്കറിയില്ല, നീ മാതാജിയൊക്കെ ഇത് കൂടുതൽ പഠിച്ച കാരണം എങ്ങനെയാന്ന് നോക്കുക.
ഞാനൊരു ഹിന്ദി ലെക്ചർ കേട്ടോ, വൃന്ദാവനത്തിലെ ഒരു വ്രജവാസിയുടെ, അതിനകത്ത് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഒന്ന് നോക്കി നോക്കണം. അപ്പം നമ്മൾ മനസ്സിലായി, നമ്മളിപ്പം ശ്രീ ഈ ശ്രീകൃഷ്ണ അവതാരം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിലെ ഭഗവാൻ എന്ന വിശേഷ സൂചന ബലരാമനും ശ്രീകൃഷ്ണനും ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപങ്ങളാണെന്ന് വ്യക്തമാക്കുന്നു, അല്ലെ? അപ്പൊ ഇവിടെ ഭഗവാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു, അല്ല ബാക്കിയുള്ള ശ്ലോകങ്ങളൊന്നും വിശേഷിപ്പിക്കാത്തത് കൊണ്ട് ഇത് പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥത്തിൽ പുരുഷ അവതാരമല്ല. ശ്രീകൃഷ്ണൻ സ്വയം യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ബലരാമൻ ഭഗവാന്റെ പ്രഥമ പൂർണ്ണ അധികാരമുള്ള പരിപൂർണ ആവിഷ്കൃത രൂപവുമാണ്. ഭഗവാന്റെ ആദ്യത്തെ സ്വവിസ്തരണമാണ് ബലരാമൻ. ബലദേവനിൽ നിന്നും വസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ എന്നിങ്ങനെ പ്രഥമ പൂർണ്ണ വിസ്തരണ വ്യൂഹങ്ങൾ ആരംഭിക്കുന്നു. ബലരാമനിൽ നിന്നാണ് ബാക്കി അവതാരങ്ങളുടെ എല്ലാം സ്രോതസ്. ഭഗവാന്റെ സ്വവിസ്തരണമാണ് ബലരാമനിൽ നിന്നാണ് പിന്നെ വ്യൂഹങ്ങളെല്ലാം തുടങ്ങുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ വാസുദേവനും ബലദേവൻ സംഘർഷനുമാകുന്നു. അപ്പം നമ്മൾ കണ്ടു സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അപ്പൊ ബലദേവനാണ് ഈ സംഘർഷനായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ ഈ പുരുഷാവതാരങ്ങളിൽ ഒന്നും അല്ല ഭഗവാൻ അതിലുമൊക്കെ ഉപരിയാണ്, പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് എന്ന് ഈ ശ്ലോകം നമ്മൾ വ്യക്തമാക്കുന്നു. പിന്നെ ബാക്കിയുള്ള ജന്മാദ്യസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ ശ്രീകൃഷ്ണാവതാരം ഒൻപതാമത്തെ ചാപ്റ്റർ അല്ലേ മാതാജി, ഭാഗവത്തിലെ 9 അല്ലേ? ശ്രീകൃഷ്ണാവതാരം കാണ്ഡവല്ലേ, 9ാമത്തെ സ്കന്ധം. ദശമസ്കന്ധം അല്ലേ പ്രഭു? സോറി, ദശമസ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണ അവതാരം ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്താണ് ഫുള്ള് ലീലകളും അതുപോലെയൊക്കെയുള്ള ഭഗവാന്റെ എന്താണ് തിരുമുഖാണെന്നാണ് പറയുന്നത് ദശമസ്കന്ധം. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ് കൃഷ്ണലീലകളും അതും ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അവതാരങ്ങളെ പറ്റി ഒരു സമ്മറി പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ നമുക്കും അത് സമ്മറി ആയിട്ട് തന്നെ എടുക്കാം. അടുത്ത ശ്ലോകം 24. തതകലൗ സംപ്രവൃത്തേ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാഞ്ജനസുതാ കീകടേഷു ഭവിഷ്യതി. തതകല്യൗ സംപ്രവൃത്തേ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാമനാഞ്ജനസുതാ കീകടേഷു ഭവിഷ്യതി. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 24. തത കലോ സംപ്രവൃത്തേ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാഞ്ജനസുതഃ കീകടേഷു ഭവിഷ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിയ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. തത കലൗ സംപ്രവൃത്തി സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാഞ്ജനസുതഃ കീകടേഷു ഭവിഷ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം പ്രധാനപദ തർജ്ജമ. ജയശ്രീല പ്രഭ. തഥ അനന്തരം കലൗ കലിയുഗം സംപ്രവൃത്തി അനുഗമിക്കുക സമൂഹായ ആകർഷിക്കാനായി സുര ആസ്തികർ ദിശാം അസൂയാലുക്കൾ ബുദ്ധ ഭഗവാൻ ബുദ്ധൻ നാമധേയമുള്ള അഞ്ജന സുത അഞ്ജന മാതാവായ കീകടേഷു ഗയ പ്രവിശ്യയിൽ ബീഹാർ ഭവിഷ്യതി സംഭവിക്കും. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭ. ജയ ശ്രീലപ്രഭ. അനന്തരം കലിയുഗ ആരംഭത്തിൽ ആസ്തികരിൽ അസൂയാലുക്കളായവരെ വ്യാമോഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അഞ്ജനാപുത്രനായ ശ്രീബുദ്ധനായി ഗയ പ്രവിശ്യയിൽ ഭഗവാൻ അവതരിക്കും. അത് അവതരിക്കും. ശ്രീബുദ്ധ ഭഗവാന്റെ അമ്മ അഞ്ജനയാണ്. യശോദര അപ്പൊ ഭാര്യയാണ് അല്ലേ? യശോദര ഭാര്യയാണ്. ദുര്യോധന മഹാരാജാവിന്റെ മോനായി. യശോദര മഹാരാജിന്റെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് ബുദ്ധന്റെ ഇതിനെപ്പറ്റി. ഗയയാണ് കപിലവസ്തു എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ? കപിലവസ്തു. കപിലവസ്തുവില് അമ്മയുടെ അച്ഛന്റെ പേര് ഞാൻ മറന്നുപോയി. യശോദര എന്നിങ്ങനെ കേട്ടിട്ട് അത് ഭാര്യ. അമ്മേന്റെ പേര് യശോദര.
പിന്നെ അഞ്ജനാപുത്രൻ എന്ന് എഴുതിയിരിക്കുന്നു, അതാണ് ഇവിടെ എനിക്ക് സംശയം വന്നത്. അഞ്ജനാപുത്രൻ വേറെ പേരുണ്ടാവാം, അഡീഷണലി നമുക്കറിയില്ല. അഞ്ജനാക്ക് പേരുണ്ടാവുമല്ലോ എനിക്ക്. അപ്പൊ ഗയ എന്ന പ്രവിശ്യയിലാണ്, ഇപ്പോഴും ഗയയിലാണ് എന്താണ് ബുദ്ധ സ്തൂപവും സ്തംഭവും ഒക്കെ ഉള്ളതല്ലേ, അവിടെ സമാധിയായ സ്ഥലം അല്ലേ, ബുദ്ധന്റെ സമാധി സ്ഥലം. നമുക്ക് അവിടെ പോയാൽ കാണാം. അതുകൊണ്ട് നമുക്ക് ആ അതിന്റെ ഭാവാർത്ഥത്തിലേക്ക് കിടക്കാം. ബുദ്ധൻ അവതരിക്കാനുള്ള കാരണം എന്താണ്? അഹിംസ ഉം. മൃഗബലി കൂടുതലായിപ്പം. ആ അതെ, അഹിംസ അഹിംസ പ്രചരിപ്പിക്കാനായിട്ട് അല്ലേ, അസൂയാലുക്കളായ അവരെ വ്യാമോഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി. അടുത്ത് ഭാവാർത്ഥം നമുക്ക് നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാകാം. ഭാവാർത്ഥം രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷന്റെ ശക്തിമത്ത അവതാരമായ ശ്രീബുദ്ധൻ ഗയ, അതായത് ബീഹാർ എന്ന സംസ്ഥാനത്തിൽ അഞ്ജനാപുത്രനായി അവതരിച്ചു. മാത്രവുമല്ല, അഹിംസാ സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുകയും വേദാനുസാരിയായ മൃഗബലിയെ കഠിനമായി എതിർക്കുകയും ചെയ്തു. ബുദ്ധഭഗവാൻ അവതരിച്ച കാലത്ത് സാമാന്യ ജനങ്ങൾ മറ്റെന്തിനേക്കാളും മാംസഭക്ഷണം ഇഷ്ടപ്പെട്ടിരുന്നു. യജ്ഞബലിയുടെ മറവിൽ സകലയിടവും പ്രയോഗത്തിൽ അറവുശാലകളായി മാറുകയും അനിയന്ത്രിതമായി മൃഗകശാപ്പുകൾ വ്യാപകമാവുകയും ചെയ്തു. പാവമൃഗങ്ങളോട് കരുണ തോന്നിയ ശ്രീബുദ്ധൻ അഹിംസാ തത്വം പ്രചരിപ്പിച്ചു. വേദസിദ്ധാന്തങ്ങളിൽ തനിക്ക് വിശ്വാസമില്ലെന്ന് ധാർമ്മികോദ്ബോധനം ചെയ്യുകയും മൃഗവധത്താലുണ്ടാകുന്ന വിപത്കരമായ മാനസിക പരിണാമങ്ങളെ അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. കലിയുഗത്തിലെ നാസ്തികരായ അല്പജ്ഞാനികൾ അദ്ദേഹത്തിന്റെ തത്വങ്ങളെ അനുഗമിച്ച് അപ്രകാരം കാലക്രമേണ ഭഗവത് സാക്ഷാത്കാരത്തിനുതകുന്ന പ്രാഥമിക നടപടിയായ ധാർമ്മിക അച്ചടക്കവും അഹിംസയും പരിശീലിച്ചു. അദ്ദേഹം നാസ്തികരെ ആകർഷിക്കുകയുണ്ടായി. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ അനുവർത്തിക്കുന്ന അത്തരം നാസ്തികർ ഈശ്വരനിൽ വിശ്വസിച്ചിരുന്നില്ല. അതേസമയം സ്വയം ഭഗവത് അവതാരമായ ശ്രീബുദ്ധനിൽ അവർ പരിപൂർണ വിശ്വാസം അർപ്പിച്ചിരുന്നു. അപ്രകാരം അവിശ്വാസികൾ ബുദ്ധഭഗവാന്റെ രൂപത്തിൽ ഈശ്വര വിശ്വാസികളായി തീർന്നു. ബുദ്ധഭഗവാന്റെ അപാര കരുണയാണിത്. അവിശ്വാസികളെ അദ്ദേഹം തന്നിൽ വിശ്വസ്തരാക്കി. ബുദ്ധഭഗവാന്റെ ആഗമനത്തിന് മുമ്പ് മൃഗബലി സമൂഹത്തിൽ അതിപ്രബലമായ സവിശേഷതയായിരുന്നു. ഇവയൊക്കെ വേദനിർദ്ദേശങ്ങളാണെന്ന് ജനങ്ങൾ അവകാശപ്പെട്ടിരുന്നു. ആധികാരികമായ ഗുരുശിഷ്യ പരമ്പരയിലൂടെ വേദവിജ്ഞാനം സ്വീകരിക്കപ്പെടാത്ത അക്കാലത്ത് ആ വിജ്ഞാന സമ്പ്രദായം സാമാന്യ വേദ പഠിതാക്കളെ മനോജ്ഞ ഗംഭീരവും ശ്രവണസുന്ദരവുമായ വാചക പ്രകടനത്തിലൂടെ വഴിതെറ്റിച്ചിരുന്നു. ഭഗവത്ഗീതയിൽ അത്തരം മൂഢ പണ്ഡിതരെ, അതായത് അവിപശ്ചിത മൂഢ പണ്ഡിതരെ കുറിച്ച് വിമർശനപരമായി പ്രസ്താവിച്ചിരിക്കുന്നു. അതീന്ദ്രിയ സന്ദേശം, അതീന്ദ്രിയ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച കേന്ദ്രങ്ങളിൽ നിന്നും ആധികാരികമായ ഗുരുശിഷ്യ ശ്രേണിയിലൂടെ സ്വീകരിക്കാൻ ശ്രദ്ധ പതിപ്പിക്കാത്ത മൂഢന്മാരായ വേദപണ്ഡിതർ നിശ്ചയമായും സംഭ്രാന്തരാകും. അത്തരക്കാർ മതാനുസൃത ആചാരങ്ങളെ എല്ലാമെല്ലാമായി കരുതുന്നു. അവർക്ക് ഗാഠമായ ജ്ഞാനമില്ല. ഭഗവത്ഗീത 15:15 വേദേശ്ച സർവം അഹമേവ വേദ്യ അനുസരിച്ച് സമ്പൂർണ്ണ വേദങ്ങളുടെയും ലക്ഷ്യം ഒരാളെ ക്രമേണ പരമപുരുഷന്റെ പാതയിലേക്ക് നയിക്കുക എന്നതാണ്. പരമപുരുഷൻ വ്യക്തിഗത ആത്മാവ്, വിശ്വാവസ്ഥിതി ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്നിവയെ കുറിച്ച് അറിയുക എന്നതാണ് സമ്പൂർണ്ണ വേദസാഹിത്യത്തിന്റെ സാരാംശം. അവ തമ്മിലുള്ള ബന്ധം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പരസ്പര കർമ്മം ആരംഭിക്കുന്നു. അത്തരം കർമ്മത്തിന്റെ അഥവാ പ്രവൃത്തിയുടെ അനന്തര ഫലമായി ജീവിതത്തിന്റെ പരമലക്ഷ്യം അഥവാ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലൽ അനായാസേന സംഭവ്യമാകുന്നു. നിർഭാഗ്യവശാൽ അനധികൃതമായ വേദപണ്ഡിതർ പവിത്രീകരണ ആചാരത്തിൽ മാത്രം വശീകൃതരാവുകയും അപ്രകാരം സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരം നാസ്തിക മനോഭാവമുള്ള സംഭ്രാന്തരായ വ്യക്തികൾക്ക് ബുദ്ധഭഗവാൻ ആസ്തിക സംജ്ഞയാകുന്നു. ആകയാൽ അദ്ദേഹം പ്രാഥമികമായി മൃഗവധത്തെ നിരോധിച്ചു. ഭഗവത് സന്നിധിയിൽ മടങ്ങിച്ചെല്ലുന്ന പാതയിലെ വിപത്കരമായ
വിപത്കരമായ ഘടകം മൃഗകശാപ്പുകാരാകുന്നു. രണ്ടുവിധം മൃഗകശാപ്പുകാരുണ്ട്. ആത്മാവിനെ ചിലപ്പോഴൊക്കെ മൃഗം അഥവാ ജീവസത്ത എന്ന് വിളിക്കുന്നു. ആകയാൽ അവരിരു കൂട്ടരും കശാപ്പുകാരും ആത്മവ്യക്തിത്വം നഷ്ടപ്പെട്ടവരും മൃഗകശാപ്പുകാരുമാണ്. മൃഗകശാപ്പുകാർക്ക് മാത്രം പരമപുരുഷന്റെ അതീന്ദ്രിയ സന്ദേശം ആസ്വദിക്കാനാവില്ലെന്ന് പരീക്ഷിത് മഹാരാജാവ് പ്രസ്താവിച്ചിരിക്കുന്നു. ആകയാൽ ഭഗവത് സന്നിധിയിലേക്കുള്ള പുരോഗമന പാതയിൽ സഞ്ചരിക്കുന്നവർ മുകളിൽ പ്രസ്താവിച്ചതുപോലെ പ്രമുഖവും പ്രാഥമികവുമായ മൃഗവധം അവസാനിപ്പിക്കണം. ആത്മസാക്ഷാത്കാരത്തിന് മൃഗവധവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അഭിപ്രായപ്പെടുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഈ ആപത്കരമായ സിദ്ധാന്തത്തിന്റെ മറപിടിച്ച് കലിയുഗ പ്രസാദത്താൽ സന്യാസിമാർ എന്നറിയപ്പെടുന്ന നിരവധി പേർ പ്രത്യക്ഷമായിട്ടുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് ശ്രീ ചൈതന്യ മഹാപ്രഭുവും മൗലാന ചന്ദ് കാസി സാഹേബും തമ്മിലുള്ള സംഭാഷണം നേരത്തെ തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞു. കശാപ്പുശാലകളിലെ അനിയന്ത്രിതമായ മൃഗവധം വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന യജ്ഞബലികളിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. അസുരന്മാർ അഥവാ വേദസാഹിത്യ പണ്ഡിതർ എന്നറിയപ്പെടുന്നവർ മൃഗബലി വേദവിഹിതമെന്ന് ഉയർത്തിക്കാട്ടിയപ്പോൾ ശ്രീബുദ്ധ ഭഗവാൻ ഉപരിപ്ലവമായി വേദാധികാരത്തെ നിഷേധിച്ചു. മൃഗവധത്താൽ ഉണ്ടാകുന്ന പാപങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനും സാഹോദര്യത്തിനും സമാധാനത്തിനും നീതിക്കും സമത്വത്തിനുമായി ഉഗ്ര പ്രതിഷേധ പ്രകടനം നടത്തുന്ന വല്യേട്ടന്മാരുടെ പൈശാചിക വധത്തിൽ നിന്നും പാവം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി ബുദ്ധ ഭഗവാൻ വേദങ്ങളെ നിരാകരിച്ചു. മൃഗവധം നിലവിലുള്ളിടത്തോളം കാലം അവിടെ നീതി ഉണ്ടാവില്ല. ഈ അനീതിയെ പരിപൂർണമായി നിർത്തലാക്കാൻ ശ്രീബുദ്ധൻ ആഗ്രഹിച്ചു. ആകയാൽ അദ്ദേഹം അഹിംസാ തത്വം ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിനു പുറത്തും വ്യാപിപ്പിച്ചു. പരമദിവ്യോത്തമ പുരുഷനെ അംഗീകരിക്കാത്തതിനാൽ ബുദ്ധ ഭഗവാന്റെ ദർശനങ്ങളെ പ്രായോഗികമായി നാസ്തിക ദർശനമെന്ന് വിശേഷിപ്പിക്കുന്നു. മാത്രവുമല്ല ആ ദാർശനിക ശാസ്ത്രം വേദാധികാരത്തെ നിഷേധിക്കുന്നു. എന്നാൽ അത് ഭഗവാന്റെ പ്രവർത്തന തന്ത്രമാകുന്നു. ശ്രീബുദ്ധൻ പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരമാകുന്നു. അவ்விധം വേദവിജ്ഞാനത്തിന്റെ യഥാർത്ഥ പ്രതിപാദകൻ ഭഗവാനാകയാൽ അദ്ദേഹത്തിന് വേദദർശനങ്ങളെ നിഷേധിക്കാനാവില്ല. ഭഗവത് ഭക്തരോട് സദാ അസൂയാലുക്കളായ രാക്ഷസന്മാർ വേദവിഹിതമായി മൃഗവധത്തെ ഉയർത്തിക്കാട്ടുവാൻ പരിശ്രമിക്കുകയാൽ ഭഗവാൻ ബുദ്ധൻ ഉപരിപ്ലവമായി വേദങ്ങളെ തിരസ്കരിച്ചു. ഇന്ന് ആധുനിക സന്യാസിമാർ ഇത് പിന്തുടരുന്നു. ബുദ്ധ ഭഗവാന് വേദങ്ങളെ സമ്പൂർണമായി നിരാകരിക്കേണ്ടി വന്നു എന്നത് വെറും സാങ്കേതികം മാത്രമാണ്. അത് അപ്രകാരമല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരമായി അംഗീകരിക്കേണ്ടതില്ല. മാത്രവുമല്ല വൈഷ്ണവ ആചാര്യനായ ജയദേവ കവികളുടെ അതീന്ദ്രിയ ആലാപനങ്ങളിൽ ബുദ്ധനെ ആരാധിക്കേണ്ടതായിട്ടുമില്ല. വേദ പ്രാമാണികത്തെ സുദൃഢമാക്കാൻ കാലോചിതമായി അതായത് ശങ്കരാചാര്യർ ചെയ്തതുപോലെ വേദത്തിന്റെ പ്രാഥമിക തത്വങ്ങളെ ശ്രീ ബുദ്ധ ഭഗവാൻ പ്രചരിപ്പിച്ചു. ആകയാൽ ഇരുവരും ബുദ്ധ ഭഗവാനും ശങ്കരാചാര്യരും ആസ്തിക്യ പശ്ചാത്തല പാത ഒരുക്കുകയും വൈഷ്ണവ ആചാര്യന്മാർ പ്രത്യേകിച്ചും ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവദ്ധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള പാതയിലേക്ക് ജനങ്ങളെ നയിക്കുകയും ചെയ്തു. ബുദ്ധ ഭഗവാന്റെ അഹിംസാ പ്രസ്ഥാനത്തിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നാൽ അവർ ഇക്കാര്യത്തെ വളരെ ശ്രദ്ധാപൂർവം ഏറ്റെടുത്ത് മൃഗകശാപ്പുശാലകളെ മുഴുവൻ അടച്ചിടുന്നു. അപ്രകാരം സംഭവിച്ചില്ലെങ്കിൽ അഹിംസാ തത്വത്തിന് യാതൊരു അർത്ഥവുമില്ല. കലിയുഗ ആരംഭത്തിന് തൊട്ടു മുമ്പാണ് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമദ് ഭാഗവതം രചിച്ചത്. എന്നാൽ ശ്രീബുദ്ധ ഭഗവാൻ ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പാണ് അവതരിച്ചത്. ആകയാൽ ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീബുദ്ധ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി പ്രവചിച്ചിരിക്കുന്നു. ഈ സുവ്യക്ത വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധികാരികത്വം അപ്രകാരമാണ്. അത്തരം നിരവധി പ്രവചനങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. മാത്രവുമല്ല അവയൊക്കെ ഒന്നിനു പിറകെ ഒന്നായി സഫലമാകുന്നു. എല്ലാ ബദ്ധാത്മാക്കളുടെയും 4 ന്യൂനതകളായ പിശക്, മിഥ്യാബോധം, വഞ്ചന, വൈകല്യം എന്നിവ ശ്രീമദ് ഭാഗവതത്തിന്റെ സംശയാതീതവും പരമവുമായ സൂചനകളാണ്. മുക്താത്മാക്കൾ ഈ ന്യൂനതകൾക്കൊക്കെ അതീതരാണ്. ആകയാൽ വിദൂരമായ ഭാവി ഫലങ്ങൾ മുൻകൂട്ടി ദർശിക്കാനും പ്രവചിക്കാനും അവർക്ക് കഴിയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരി ബോൽ. ഇത് വളരെ വിശദമായിട്ട് ശ്രീബുദ്ധനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാര്യം വേറെ
ഭാഗത്തൊന്നും ഇന്നത് പറയാത്തത് കൊണ്ട് ബാക്കി എല്ലാ അവതാരങ്ങളും ശ്രീകൃഷ്ണ അവതാരം ഇത്രയും ഒരു ചെറിയ പാരഗ്രാഫിലാണ് പറഞ്ഞ കാര്യം. ശ്രീകൃഷ്ണ ഭഗവാനാണ് മുഴുവനും ഇതിൻ്റെ അകത്ത് അല്ലേ നിറഞ്ഞു നിൽക്കുന്നതും. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞ 10ാമത്തെ സ്കന്ധത്തില് മുഴുവൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ മുതൽ അങ്ങ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതില് ഈ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ ശ്രീബുദ്ധനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. നാസ്തികരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ആസ്തികരും നാസ്തികരുമായിട്ടുള്ള രണ്ട് കൂട്ടര്, ഭഗവാനെ പറ്റി വിശ്വാസമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രാഗൽഭ്യം ഇങ്ങനെ കൂടിക്കൂടി വന്ന സമയത്ത് ഇവർ ഈ വേദങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് അല്ലെ. അതൊക്കെ അതെ വെച്ചിട്ട് അവര് വേദങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേദങ്ങളിൽ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അത് പ്രമാണമായിട്ട് അതെ എടുത്തു വെച്ച് വേദങ്ങളിൽ മൃഗബലി നടത്തുന്നത് ആ മൃഗത്തിന് പെട്ടെന്ന് ഒരു അടുത്ത ജന്മം കൊടുക്കാനും അല്ലെങ്കിൽ ഒരു മനുഷ്യ ജന്മം കിട്ടാനും വേണ്ടിയിട്ടാണ് എന്ന് ഇതിൽ നമ്മൾ ഗീതയിലും കൂടി പഠിച്ചിട്ടുണ്ടല്ലോ പ്രഭു. പഠിച്ചിട്ടുണ്ട്. ആ അപ്പം വേദങ്ങളിൽ വേദപ്രകാരം മൃഗബലി നടത്താം. അതിന് പക്ഷെ ഇത് സാധാരണ പോലുള്ള മൃഗബലിയല്ല. മന്ത്രങ്ങളുടെ പിൻബലത്തോടെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചെയ്ത് ആ ബലിയല്ല ശരിക്ക് അതിന് മോക്ഷം കൊടുക്കുക ചെയ്യുന്നതല്ലേ പറയുന്നത്. ശരിക്കും മൃഗങ്ങൾക്ക് മോക്ഷം അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആടിനെ മാത്രം. ആടിനെ മാത്രം. അതെ അപ്പൊ അങ്ങനെ ഈ ആ മൃഗബലിക്ക് വേണ്ടിയിട്ട് അതിനൊരു ആചാര്യനുണ്ട്. അതിന് മന്ത്രം ചെല്ലാൻ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കണം. അതുപോലെ തന്നെ കാളി ദേവിയുടെ മുൻപിൽ വെച്ചിട്ട് വേണം അതെ ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രതിപാദിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്തു, നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വന്ന് അത് എന്ത് ചെയ്യും, മൃഗബലി എല്ലാ മൃഗങ്ങളിലേക്കും എത്തി പശുക്കളെയൊക്കെ ബലി കൊടുക്കാനായിട്ട് തുടങ്ങി. ഗോവധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അല്ലെ. ഗോവധം, ഭഗവാൻ അത് ഗോവിന്ദനാണല്ലോ അല്ലെ. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പ്രഭു. വേറെ ഏത് സ്റ്റേറ്റിലും ഗോവധം ഇല്ല. അപ്പം ഈ നമ്മളുടെ ഈ ഒരു ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടു ഒരു ഗ്രൂപ്പില്, ഗുരുവായൂരുള്ള ഒരു ഗ്രൂപ്പിൽ ഞാൻ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതില് കണ്ടതാണ് പശു നമ്മളുടെ അമ്മ, കാള അച്ഛൻ എന്ന് പറഞ്ഞിട്ട്. അതെ ആ ആ പശുവിന്റെ പാല് കുടിക്കണോണ്ട് നമ്മള് പശുവിനെ അമ്മയായിട്ടാണ്. അപ്പൊ കാള അച്ഛനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഓരോരുത്തരും ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അതിന്റെ പുറമെ. അപ്പൊ അങ്ങനെ ആഹാ, ആ ഹരിതാ. ഏറ്റവും വലിയ ഔഷധം ചാണകവും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വളരെ മോശമായിട്ടൊക്കെ രീതിയിൽ ഉം, ചാണകത്തിന്റെ ഈ ദേശീയ പശുക്കളുടെ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. അതിന് ദേശീയ പശുക്കളുടെ അതെ ചാണകവും മൂത്രവും ഒക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ്. അതുപോലെ ക്യാൻസറിനെ ആണ്. വരെ ഗോമൂത്രം കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുളിക എടുത്തിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആയിട്ട്, അതുപോലെ തന്നെ മറ്റുള്ള പല പല അസുഖങ്ങൾക്കുമായിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതെ അത്രയ്ക്കും വലിയ, നമ്മളൊക്കെ അതായത് ഉം, മുമ്പൊക്കെ ഇപ്പോഴല്ലേ ഗ്യാസ് സ്റ്റവ് ഒക്കെ, മുമ്പൊക്കെ അടുപ്പ് വെക്കുമ്പോ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് അമ്മയൊക്കെ രാത്രി എല്ലാം തുടങ്ങി ചാണകം ഇങ്ങനെ അവിടെയൊക്കെ തുടച്ച് ശുദ്ധിയാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ തീ പിടിപ്പിക്കാൻ നല്ല റെഡിയാക്കി വെക്കും, അത്ര ശുദ്ധാക്കിയിട്ട്. ആ വീട് മേയാനും ചാണകവരടി ഉപയോഗിക്കില്ലേ? ആ തമിഴ്നാട്ടില് വീട് മേയാനും. അല്ല, എല്ലാ ശാന്തി പശുക്കളും കുഞ്ചില് നമ്മളെ ഹരിദ്വാറിൽ ശാന്തി കുഞ്ച് എന്ന് പറഞ്ഞ ഒരു ആശ്രമമുണ്ട് പ്രഭുജി. അവിടെ വലിയൊരു ഫാക്ടറി ഉണ്ട്. അതിൽ നിറയെ ഒരു ഗോശാല, വലിയ ഗോശാലയാണ്. നിറയെ കണ്ടാൽ നമുക്ക് അത്ഭുതമാകും. ആനക്കുട്ടികളെ പോലുള്ള പശുക്കളാ. അതിന്റെ ഗോമൂത്രം, ചാണകം എല്ലാം അവർ ഔഷധമായിട്ടാ. അതിന്റെ ഉം. ഉമിക്കരി, പിന്നെ എല്ലാം ഗോമൂത്രത്തിന്റെ രസായനം, ചാണകത്തിന്റെ എന്താ പറയാ, എല്ലാം ആ പശുവിന്റെ വിസർജം വിടുമ്പനെ എല്ലാം ഔഷധമോ ലഭ്യം മാറ്റിയില്ല. അതെ 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 ഈ നാടൻ പശുക്കളുടെ ഈ ജേഴ്സി പശുവിന്റെ ഒന്നും എടുക്കരുത് കേട്ടോ. നാടൻ പശുവിന് അതിന്റെ ഈ പറഞ്ഞ പോലെ ചാണകം, ഗോമൂത്രം, അതുപോലെ തന്നെ നെയ്യ്, അതിനൊക്കെ തന്നെ ഭയങ്കര വിലയാണ്. ആ അതൊക്കെ ഭയങ്കര വലിയ ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് വേറൊരു, അതായത് ഒരു പശു വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അതൊരു കാമധേനു എന്ന് പറയുന്നത് തന്നെ. നമുക്ക് എല്ലാം അതെ. പശുവിനെ കൊണ്ട് നടക്കും അല്ലെ. അപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്, പശു വീട്ടിലുള്ളവർക്ക് അസുഖം വന്ന പശുവിന് അത് ഫീൽ ചെയ്യും. പശു എന്ത് ചെയ്യും, ഇതിന്റെ മരുന്ന് തപ്പിപ്പിടിച്ച് അത് കഴിക്കും. പിറ്റേ ദിവസം അത് ചുരത്തി തരുന്ന പാല് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ അസുഖം മാറും. അങ്ങനെയാണ് ദിവ്യജ്ഞാനമുള്ള പശുക്കളാണ് ഈ ദേശീയ പശുക്കളൊക്കെ തന്നെ. അപ്പൊ അവർക്ക് ഇത് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഈ പശുക്കൾക്കൊക്കെ ഈ എന്താണ്, ഈ ഓക്കയില്ല, എന്റെ പേരെന്താണ്, ഈ കാലിത്തീറ്റ. കാലിത്തീറ്റ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമോ മാതാജിക്കൊക്കെ? ഇല്ല.
ഈ കുറച്ച് വൈക്കോൽ പൊടിയുടെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നത് മുഴുവൻ ഈ എന്താണ് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലുപൊടിയില്ലേ കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓ എല്ലുകളെല്ലാം കൂടി ഈ പശുക്കളുടെയൊക്കെ തന്നെ എല്ലാണ് ഈ ലോഡ് കണക്കിന് എല്ല് പൊടിച്ച് ആ പൊടിയും ഇതുകൂടി കൂടി മിക്സ് ചെയ്ത് ഉപ്പ് കൂട്ടി കുഴച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഇത് നോൺ വെജ് ആണെന്ന് അറിയില്ലല്ലോ ഉപ്പിന്റെ ടേസ്റ്റ് കൊണ്ട് ഇതുങ്ങളങ്ങ് കഴിച്ച് 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 പോകും. ഇപ്പോഴാണ് ഇതിന്റെ ഓ ഹോർമോണോട് കൂടി കലക്കും ഹോർമോൺ അങ്ങനെ ഇതുങ്ങളെല്ലാം ചേർത്ത് അത്രയും പാലും ഒക്കെ നമുക്ക് തരും. പക്ഷെ ആ ഓ പാലൊക്കെ കുടിച്ചു അപ്പൊ കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? മുട്ടുകാല് കുഴഞ്ഞ് നമ്മൾ താഴെ ഒടിഞ്ഞു വീണു അല്ലെ? നമ്മുടെ ഈ കോഴികളെ അതെ. കാണത്തില്ലേ ഈ ബ്ലോക്ക് കോഴിയുടെ കാര്യം. ബ്ലോക്ക് കോഴിയുടെ അവസ്ഥ എന്താണ്? 45 ദിവസം കൊണ്ട് അത് പ്രായപൂർത്തിയാവും അല്ലെ? അത് ഒടിഞ്ഞ് ആ താഴെ വീണു അതന്നെ അതിന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എന്താ? ഈ ഹോർമോണിന്റെ ബലത്തിലാണ് അതങ്ങനെ ചേർത്ത് വീർത്തിരിക്കുന്നത് അല്ലെ? അത് അതിന് കുത്തിവെക്കും. കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഇതില്ലേ. അപ്പൊ അത് കഴിച്ച ഉം. നമ്മളെ പോലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ഒരു 10, 20, 25 വയസ്സ് കഴിയുമ്പോൾ നമുക്കും എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല. മുട്ടിനും ഒക്കെ ഭയങ്കര വേദനയാണ് അല്ലെ? കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മള് എന്താണ് കിടപ്പിലാകും. ഇത് അവസ്ഥയാണ് അത് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അതെ. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും എല്ലാം ഫാസ്റ്റിലാകും അല്ലെ? പെട്ടെന്ന് ഏജ് ആകും, പെട്ടെന്ന് പ്രായപൂർത്തിയാകും, അങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു പശുവും ഒരു എന്താണ് ഒരു കൽപ്പവൃക്ഷം അതായത് നമ്മളൊരു തെങ്ങും അവിടെ അത്യാവശ്യം ഒരു വാഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് കഴിയാം. വേറെ ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല അല്ലേ? ഉം. അത്യാവശ്യം അത്യാവശ്യം ഒരു 10-15 സെന്റ് സ്ഥലവും ഒരു പശുവും എന്താണ് ഒരു ഒന്നോ രണ്ടോ തെങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വീട് കഴിയാം. അത് ആ ഒരു രീതിയിലാണ്. ഇന്നത്തെ ആ ഒരു രീതിയിലേക്ക് അല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ആ ഒരു രീതിയിൽ അത്രയും മതി. വേറെ ഒന്നും വേണ്ട. അപ്പം ഈ ഇങ്ങനെ മൃഗബലി വന്നു ഇതെല്ലാം കൂടി കൂടി മനുഷ്യബലിയിലേക്ക് വരെ എത്തിച്ചേർന്ന സാഹചര്യത്തിലാണ് ശ്രീബുദ്ധന്റെ അവതാരം വന്നത്. അങ്ങനെ അവതാരം വന്നു കഴിഞ്ഞ് വേദങ്ങളെല്ലാം തെറ്റാണെന്നുള്ള രീതിയിൽ അദ്ദേഹം സ്ഥാപിച്ചു. കാര്യം ഈ മൃഗബലി നിർത്തണമെങ്കിൽ വേദത്തിൽ പറയുന്നതൊക്കെ തെറ്റാണ്. അപ്പൊ ഈ നാസ്തികരായിട്ടുള്ള ആൾക്കാരും ആസ്തികരായിട്ടുള്ള ആൾക്കാരൊക്കെ ഭഗവാനെ ശ്രദ്ധിച്ചു. അപ്പൊ ദൈവമില്ല, അവർക്ക് ദൈവവിശ്വാസം ഇല്ല, ദൈവമില്ല എന്ന് ഉള്ള ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ പിന്തുണച്ചു, അദ്ദേഹത്തിന്റെ കൂടെ കൂടി. ഇപ്പൊ വേദങ്ങളില്ല, ദൈവമില്ല, ദൈവവിശ്വാസം ഇല്ല, ഇതിനു ശേഷം പിന്നീട് ഒരു ജന്മമുണ്ടോ? അതില്ല. അപ്പൊ അങ്ങനെ നിർവ്വാണം എന്നുള്ള ആ തത്വം അവര് അഹിംസയൊക്കെ പിന്തുടർന്നു. എന്നിട്ട് അവര് പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരമായ ശ്രീബുദ്ധനെ അവരവരുടെ ആരാധ്യനായിട്ട് കണ്ടു. ഇപ്പോഴും ഇത് ഭഗവാനാണെന്ന് അവർക്ക് അറിയില്ലെങ്കിലും ശരിക്കും അവര് ആരിൽ സറണ്ടർ ആയവരാണ്? ഭഗവാനിൽ തന്നെ സറണ്ടർ. ശ്രീബുദ്ധൻ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാനിൽ സറണ്ടർ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ശ്രീബുദ്ധന്റെ കാലശേഷം എന്താണ് സംഭവിച്ചത്? ഈ അനുയായികള് ഈ പറയുന്ന വേദങ്ങള് തെറ്റായതുകൊണ്ട് വേദങ്ങളെ എല്ലാം നശിപ്പിച്ചു. അങ്ങനെ ബുദ്ധമതക്കാര് ഒരുപാട് നശിപ്പിച്ചു. നമ്മൾക്കിപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ സത്യസന്ധമാണോ വല്ലവരും എഴുതി ചേർത്താണോ എന്തുമാത്രം? അതുകൊണ്ടാണല്ലോ ഗുരുപരമ്പര നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര ബുക്കുകൾ എത്ര കാര്യങ്ങൾ നമുക്ക് നേരായിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. കാര്യം ഈ ബുദ്ധമതക്കാര് മുച്ചൂട് നശിപ്പിച്ചു അത്. നമ്മളുടെ ഗ്രന്ഥങ്ങളെയും ക്ഷേത്രങ്ങളെയും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നശിപ്പിച്ചു. അങ്ങനെ ആ ഒരു അവസ്ഥ ഇരുന്ന് കഴിഞ്ഞ സമയത്താണ് മഹാദേവന് ഭഗവാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അസത്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരസത്യം അദ്ദേഹം പ്രചരിപ്പിച്ചു. എന്താണ്? ജീവാത്മാവും പരമാത്മാവും എന്താണ് യോഗിയാകുന്ന സ്റ്റേജിൽ ഒന്നാകും അല്ലെ? അപ്പൊ എല്ലാവരെയും കൊണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യിക്കാനും അവ്യക്തിഗത ബ്രഹ്മം അതായത് ഈ എന്നാ ബ്രഹ്മജ്യോതി അല്ലെങ്കിൽ അതിന്റെ പേരെന്താണ്? ആ, നിർഗുണ പരബ്രഹ്മം. അപ്പൊ രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് ഭഗവാനെ കൊണ്ടുവന്നു. അപ്പൊ ഭഗവാന് രൂപം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വിശ്വസിക്കത്തില്ലേ? കാര്യം നാസ്തികരെ ഇവരെല്ലാം ശ്രീബുദ്ധന്റെ ഫോളോവേഴ്സിലേക്ക് മാറി ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്തിയൊക്കെ അവർ മാറ്റി. അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഭഗവാന് രൂപം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുമോ? അല്ലേ? അപ്പം എന്താണ് ഈ ജ്യോതിയിലേക്ക് ലയിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ അസത്യം പറഞ്ഞ് അവരെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വീണ്ടെടുത്തു. കേരളം അല്ല ലോകം മുഴുവനും നടന്ന് എന്ത് ചെയ്തു? ഈ അവിടെയുള്ള ക്ഷേത്രങ്ങളിലെ എല്ലാം ആചാരങ്ങൾ വീണ്ടെടുത്തു, ആചാരങ്ങൾ പുനഃക്രമീകരിച്ചു ശങ്കരാചാര്യർ. അതെല്ലാം ക്രോഡീകരിച്ചു. അവിടുത്തെ മൂലമന്ത്രം, പൂജകള്, വിധാനങ്ങള് എല്ലാം ക്രമീകരിച്ചു. അങ്ങനെ ആയിരുന്നു പിന്നെ ഈ ശങ്കരാചാര്യർ. അത് കഴിഞ്ഞിട്ട് അറിയാമല്ലോ നമുക്ക് മധ്വാചാര്യര്, രാമാനുജാചാര്യര്, ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു എന്ന് അചിന്ത്യ ഭേദ തത്വം കൊണ്ടുവന്നു.
അങ്ങനെയാണല്ലോ അതിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അടുത്ത ശ്ലോകം 25-ാമത്തെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് തീർക്കാം. അധസൗ യുഗസന്ധ്യായാം ഫസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസ്സോ നാംന കൽക്കിർജഗത്പതീം. അധസൗ യുഗസന്ധ്യായാം ഫസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസ്സോ നാംന കൽക്കിർജഗത്പതീം. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 25. അഥസൗ യുഗസഞ്ജായാം ജസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാമ്നാ കൽക്കിർജഗത്പതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 25. അഥസൗ യുഗസന്ധ്യായാം ഭസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംന കൽക്കിർജഗത്പതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രധാനപദ തർജ്ജമ. അനന്തരം അസൗ അതേ ഭഗവാൻ സന്ധ്യായാം യുഗസന്നിധിയിൽ അല്ലെങ്കിൽ യുഗസംയോജനത്ത് ദസ്യു കൊള്ളക്കാർ പ്രായേഷു ഏകദേശം എല്ലാം രാജസു അധികാര സത്വങ്ങൾ ജനിത അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ജന്മം എടുക്കും വിഷ്ണു നാമത്തിൽ യശ എന്ന കുടുംബ പേരുള്ള നാമത്തിൽ കൽക്കി ഭഗവത് അവതാരം ജഗത്പതി സൃഷ്ടികർത്താവ്. വിവർത്തൻ ഭാവാർത്ഥൻ ഡിവൈൻ കേസ് എ സി പറ്റിവന്ന സ്വാമി ശ്രീലപ്രഭ ജയ ശ്രീലപ്രഭ. അനന്തരം ഇരു യുഗങ്ങളുടെയും സംയോജന കാലഘട്ടത്തിൽ സൃഷ്ടികർത്താവായ ഭഗവാൻ വിഷ്ണു യശന്റെ പുത്രനായി കൽക്കി ഭഗവാൻ അവതരിക്കും. ആ സമയത്ത് ഭൂമിയിലെ ഭരണകർത്താക്കൾ കൊള്ളക്കാരായി അധപ്പതിച്ചിരിക്കും. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി അതിന്റെ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശീലപ്രഭ. ഇവിടെ ഭഗവത് അവതാരമായ കൽക്കിയുടെ ആവിർഭാവത്തെക്കുറിച്ച് മറ്റൊരു പ്രവചനം നൽകിയിരിക്കുന്നു. ഇരുയുഗങ്ങളുടെ സന്ധിയിൽ, അതായത് കലിയുഗ അവസാനവും സത്യയുഗ ആരംഭവും ചേരുന്ന സമയം കൽക്കി ആവിർഭവിക്കുമെന്നതാണ്. സത്യ, ത്രേത, ദ്വാപര, കലി എന്നീ 4 യുഗങ്ങളുടെ ചക്രം പഞ്ചാംഗത്തിലെ മാസങ്ങളെന്ന പോലെ ആവർത്തിക്കപ്പെടുന്നു. വർത്തമാന കലിയുഗത്തിന്റെ ദൈർഘ്യം 4,32,000 വർഷങ്ങളാണ്. ഇതിൽ വെറും 5,000 വർഷങ്ങൾ മാത്രമേ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പരീക്ഷത്തിന്റെ ഭരണകാലം കഴിഞ്ഞ് നാം കടന്നുപോയിട്ടുള്ളൂ. ആകയാൽ 4,27,000 വർഷങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. ഈ കാലത്തിന്റെ അവസാനം ശ്രീമദ് ഭാഗവതത്തിൽ മുൻകൂട്ടി പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ കൽക്കി അവതരിക്കും. പണ്ഡിത ബ്രാഹ്മണനായ വിഷ്ണു യശസ് എന്ന നാമധേയത്തോട് കൂടിയ അദ്ദേഹത്തിന്റെ പിതാവിനെയും ശംഭല ഗ്രാമത്തെയും സൂചിപ്പിച്ചിരിക്കുന്നു. മുകളിൽ പ്രസ്താവിച്ചതുപോലെ ഈ എല്ലാ പ്രവചനങ്ങളും കാലക്രമത്തിൽ വാസ്തവമാണെന്ന് തെളിയും. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാമാണ്യമാണത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഓർക്കിലെത്രയും പേടിയാമിന്നിമേൽ കൽക്കിയായിട്ടവതരിക്കുന്നതും ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും വെക്കം കൊൽവതും കാണേണം ഗോവിന്ദാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഖഡ്ഗവുമേന്തിയാണ് വരുന്നത് അല്ലെ, കുതിരപ്പുറത്ത് അല്ലെ. ഓർക്കിൽ എത്രയും പേടിയാമിന്നിമേൽ, വളരെയധികം നമ്മൾ പേടിക്കണം അല്ലെ. കൽക്കിയായിട്ട് അവതരിക്കുന്ന ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും. അപ്പൊ ആരാണ് ഈ മ്ലേച്ഛരെന്ന് ഞാൻ പറയുന്നില്ല. സനാതനധർമ്മം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മ്ലേച്ഛന്മാരാണ്. അപ്പം ആ മ്ലേച്ഛന്മാരുടെ ആധിപത്യം നമുക്ക് ഇപ്പോഴും കാണാം അല്ലെ. വളരെ അധികം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സനാതനധർമ്മത്തെ ഏതെങ്കിലും തരത്തിൽ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മളുടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നമുക്ക് നമ്മുടെ മുൻപിൽ പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാനോ പ്രതികരിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. നമ്മളുടെ ആരുടെയും കുഴപ്പമല്ല, അത് കലിയുഗത്തിന്റെ പ്രഭാവമാണത്. അപ്പം ഈ 2 യുഗങ്ങളിലൂടെ ചേരുന്ന സമയത്ത് അടുത്ത സത്യയുഗം വരാണ്ട് പോവുകയാണ്. അപ്പൊ ഈ യുഗസന്ധ്യ എന്ന് പറയുന്ന സമയത്താണ് ഈ കൽക്കി അവതരിക്കുന്നത്. അത് വിഷ്ണു യശൻ എന്ന് പറയുന്ന ആളുടെ മകനായിട്ടാണ് ഇദ്ദേഹം അവതരിക്കുന്നതെന്നും ശമ്പള എന്ന് പറയുന്ന ഗ്രാമത്തിലാണെന്നും കണ്ടു. നമുക്ക് അതിനൊരു ദൃഷ്ടാന്തം ബുദ്ധാവതാരം അല്ലെ.
ഈ ഭാഗവതം എഴുതുന്ന 5000 വർഷങ്ങൾക്ക് മുൻപേ അവിടെ വ്യാസദേവൻ എഴുതിയ ഭാഗവതത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് ഗയ എന്ന് പറഞ്ഞ ബീഹാറിലുള്ള സ്ഥലത്ത് ശ്രീബുദ്ധൻ ജനിക്കുമെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അത് സംഭവിച്ചു അല്ലെ. അപ്പൊ ഭാഗവതം അതെ പറയുന്നതൊക്കെ പ്രമാണമായിട്ട് നമ്മൾ എടുക്കണം അല്ലെ. ഗയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീബുദ്ധൻ ജനിക്കുമെന്നും നമ്മളെ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ പറ്റി കൃഷ്ണവർണ്ണ തുഷാകൃഷ്ണ എന്ന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് ഈ കാര്യവും നമ്മൾ പൂർണ്ണമായിട്ടുള്ള പ്രമാണം വിശ്വാസമായിട്ട് എടുക്കണം. 4,32,000 വർഷത്തിലെ 5,500 വർഷങ്ങളെ കഴിഞ്ഞു പോയിട്ടുള്ളൂ. ബാക്കി ഇനിയും കിടക്കുകയാണ്. അപ്പൊ ഈ യുഗസന്ധ്യ വരുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും? ഈ രാജാക്കന്മാരും ഭരണകർത്താക്കളും എത്രയാണ് മോഷ്ടാക്കളായിരിക്കും അവിടെ ഇരിക്കുന്ന മുഴുവൻ. ഭയങ്കര കൊള്ളക്കാര്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ തന്നെ തിന്നുന്ന ഒരു സമയം എത്തും. കാര്യം പ്രകൃതി വിഭവങ്ങളെല്ലാം മനുഷ്യൻ ചൂഷണം ചെയ്ത് മുഴുവന് ഒടുക്കിയിരിക്കും അല്ലെ. പിന്നെ എന്താണ്? പരസ്പരം തിന്നുക, അല്ലെങ്കിൽ പരസ്പരം കക്കുക, ആക്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൽക്കിയായിട്ട് വന്നിട്ട് ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് പിന്നെ സത്യയുഗം മുതൽ വീണ്ടും തുടങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാല്ലേ, നമുക്ക് നിർത്താം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ശകല സമയം നീണ്ടുപോയി. 13 മിനിറ്റൂടെ കൂടി. കാര്യം ഇത്രയും അവതാരങ്ങൾ ഒരുമിച്ചെടുത്താണ്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനും ഇല്ലായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. പ്രത്യേകിച്ച് ചോദ്യമോ ഇതൊന്നുമില്ല. പഞ്ച എന്നാ ശരി, എന്നാ പഞ്ച നിർത്തിയേക്കും. വഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതന്നം പാവനേഭ്യോ പതിനാലാം വൈഷ്ണവേഭ്യോ നമോ നമഃ. ഭാഗത്തേക്ക് അനന്തകോടി വൈഷ്ണവ വൈഷ്ണവേഭ്യോ. ഹരേ കൃഷ്ണ.